ഹായ്, ടോപ്പ് 10 റിവ്യൂ ചാനലിലേക്ക് ഏവർക്കും വിനീതമായ സ്വാഗതം. നമ്മളിന്നും വീണ്ടും വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 6 മാരക ട്രാക്കുമായി വന്നിരിക്കുകയാണ്. ഗബ്രിയേൽ, ജാസ്മിൻ, രതീഷ്, ഇവർ മൂന്നുമാണ് ഇന്ന് നമുക്ക് ബിഗ് ബോസിൻ്റെ വിഷയമാണ്. ഇത് 4ാം എപ്പിസോഡെന്നോ 3ാം എപ്പിസോഡ്, നമ്മളിങ്ങനെ വൈക്ക് ഓരോ എപ്പിസോഡ് നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് മാത്രം ഇട്ടുകൊണ്ട് ബിഗ് ബോസ് 100% നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ ഇവിടെ ഗബ്രിയേൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റും, അതായത് ഒരു കണ്ടസ്റ്റൻറ്റും, ജാസ്മിൻ ജാഫറുമായി ലവ് ട്രാക്ക് ലൈവിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുക. ലൈവാണ്, കാണാൻ ഇത്തിരി ഗെയിമും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ നിരക്ക് നടക്കുന്നു, വോട്ടിങ്ങും ഇതിൻ്റെ മുന്നിൽ. രതീഷ് അതിൽ ഇറിറ്റേറ്റഡിങ്ങായി ഒരു കളി കളിച്ച് മറ്റൊരു സ്ട്രാറ്റജി, മറ്റൊരു ഗെയിം പ്ലാനിങ് രതീഷ് അവിടെ നടക്കും. തട്ടിക്കയറി നിങ്ങൾ ഇതുവരെ ഇത്ര കുറേ കാലമൊന്നും കൊണ്ട് നടക്കില്ല, കുറച്ചു കാലം ഇങ്ങനെ കൊണ്ട് നടന്ന് വെറുതെ ആക്കുന്നു എന്നൊക്കെ പറയുന്നു. അന്നേരം ജാസ്മിൻ അവിടെ തട്ടിക്കയറി, അങ്ങനെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങനെ ഇത് ചെയ്യും. പക്ഷേ വീണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്ന് രതീഷ് അവരെ പ്രവോക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടാക്കാം അവിടെ. എന്നിട്ട് പിന്നെയും ജാസ്മിൻ പറയുന്നു നിങ്ങൾ ഫ്രണ്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് രതീഷ് അവരെ എങ്ങനെയൊക്കെ കോൺട്രവേഴ്സി ചെയ്യാൻ നോക്കുന്നു, അതുപോലെ മാറ്റി ഒരു ഗെയിം കളിക്കാൻ പ്ലാനിങ് നന്നായി നടക്കുന്നു. ബിഗ് ബോസ് സീസൺ 6 മറ്റൊരു തരത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യചിഹ്നമാണ് അവിടെ. സീസൺ 6 ഗെയിം എപ്പോഴും ഉണ്ടാകുന്ന പ്രണയം, 6-ൽ മാത്രമല്ല എല്ലായിലും പ്രണയം നമ്മൾ രംഗങ്ങൾ കണ്ടതാണ്. പക്ഷെ ചില പ്രണയങ്ങളെല്ലാം കാട്ടിക്കൂട്ടലാണ്. ബിഗ് ബോസ് സീസൺ 1-ൽ മാത്രമാണ് ഒരു പ്രണയരംഗം വന്ന് അതൊരു സക്സസ്സായ ഒരു പ്രണയമായി മാറിയിട്ടുണ്ട്. അത് പേർലി ശ്രീനിഷ് കൂട്ടുകെട്ടാണ്. ഗബ്രിയേൽ, ജാസ്മിൻ വിഭാഗത്തിൽ പ്രണയം കാണുമ്പോൾ അതൊരു സാധ്യത മാത്രമാകരുത്, ഒരു നല്ലൊരു നമുക്ക് പ്രേക്ഷകർക്ക് കാണാനും കണ്ടിരിക്കാനും ഉള്ള ഒരു സുഖകരമായ കാര്യം പ്രണയം തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു എഫക്റ്റ് ഇല്ലാതെ വെറുതെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ, അപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. അപ്പോൾ ഗബ്രിയേലും ജാസ്മിനുമായി രതീഷ് അടിയുണ്ടാക്കാൻ പോകുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. അവർ ഇറിറ്റേറ്റ് ചെയ്യിക്കുക, എങ്ങനെയെങ്കിലും ഇത് പൊളിക്കാൻ രതീഷ് ശ്രമിക്കും. ഗുഡ് ഗെയിം, അത് നല്ലതാണ്. നിറഞ്ഞാടുകയാണ് ഗെയിമിൽ രതീഷിന് ഒരു തൊലിക്കെട്ടി കൂടുതലാണ്. ആരുടെ മുന്നിലും നാണം കെടാനും മറ്റു രീതിയിൽ ചമ്മിന്നാലും ആ ഒരു പിടിച്ച നിലയ്ക്ക് പിടി പോലെ നിൽക്കും. ഇന്നത്തെ കണ്ടന്റ് ഗബ്രിയേലും ജാസ്മിനും തന്നെയാണെന്ന് ഉറപ്പാണ്. രാവിലെ തന്നെ ലൈവിൽ കാണുന്നതും അതൊക്കെ തന്നെയാണ്, ഒരു പ്രണയ കോംബോ. ആ കോംബോ അടിച്ച് പൊളിച്ച് സത്യമാണോ എന്ന് പറയിക്കാനുള്ള ഒരു തന്ത്രം രതീഷ് ഉണ്ടാക്കി എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ രതീഷിൻ്റെ ഭാഗത്തോ ഗബ്രിയേലിൻ്റെ ഭാഗത്തോ കുറ്റമുണ്ടെന്ന് ഒരു കുറ്റം നമ്മൾ കാണുന്നില്ല. പക്ഷെ ഗെയിമിൽ അവസാനം ഒന്നുമല്ലാതാകുന്ന ഒരു പ്രണയമാകുന്നത് ഇത്തിരി പ്രയാസം പ്രേക്ഷകർക്കുണ്ടാകും. പെർഫെക്റ്റ് ആവണം. ജാസ്മിനാണെങ്കിൽ നല്ലൊരു ബ്യൂട്ടി കണ്ടൻ്റൊക്കെ ചെയ്യുന്ന, ഗബ്രിയേലിനെ കുറിച്ച് കൂടുതലൊന്നും വ്യക്തതയില്ല, യൂട്യൂബർ മറ്റാണ്. പക്ഷേ ഗബ്രിയേലും ജാസ്മിനുമുള്ള കോംബോയും അവരുടെ രീതിയും ഒക്കെ വളരെ നോർമൽ, നല്ലൊരു മാച്ചിങ്
കോംബോ, അത് പെർഫെക്റ്റാണ്. അത് മാത്രം നമ്മൾ മാറ്റി നിർത്തി ഗബ്രിയലും ജാസ്മിനുമുള്ള പ്രണയം നല്ല രീതിയിൽ കൊണ്ടുപോയാൽ പ്രേക്ഷകർ ബിഗ് ബോസ് സീസണിൻ്റെ ചരിത്രം മാറ്റിമറിക്കും. അതൊരു കണ്ടൻറ്റാണ്, അതൊരു യൂസ് ചെയ്യാൻ പറ്റും. ബിഗ് ബോസ് സീസണിലെ ഫ്ലേവറായി മാറും. അങ്ങനെ മാറിയതാണ് ശ്രീനിയും പേർലിയും ഒക്കെ. അതുപോലെ ആവാൻ ശ്രമിക്കുക, അതുപോലെയുള്ളൊരു പ്രണയം കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോഴേ കളി മറ്റു തരത്തിൽ. ഇറിറ്റേറ്റിംഗ് ചെയ്തും കൽപ്പല്ലാത്ത നല്ല പാട്ട് പാടിയൊക്കെ അങ്ങ് ആടി തിമിർത്ത് കളിക്കാൻ രതീഷും കളിക്കുകയാണ്. അപ്പോൾ വളരെ യാന്ത്രികമായ കളികളൊക്കെ നടന്നുകൊണ്ട് ഓരോരും അവരുടെ കഥകൾ പറഞ്ഞു തുടങ്ങി, അവരുടെ ലൈഫ് സ്ട്രാറ്റജി പറഞ്ഞു തുടങ്ങി. അതൊക്കെ മാറി ശരണ്യ വരെ ഇപ്പോൾ അവരുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരണ്യൊക്കെ ബിഗ് കഥകളും സ്റ്റോറികളും ലൈഫിൽ ഒരുപാട് അനുഭവിച്ചതിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് വളരെ ഇമോഷണലായ കണ്ടു. വളരെ ഇമോഷണലായി സംസാരിച്ച ശരണ്യയും ഒക്കെ നമുക്ക് കാണാം. അതിന് കൂട്ടത്തിൽ വളരെ വ്യക്തിഗതമായി ഇമോഷണലായി പോയ കണ്ടസ്റ്റൻ്റ് നമുക്ക് മനസ്സിലായി. അവരുടെ അച്ഛൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ ഇമോഷണൽ ഒരു സ്റ്റാറ്റസ് അവിടെ ഇറക്കുകയുണ്ടായി. സത്യമാണെങ്കിൽ അത് നല്ലൊരു ഇമോഷണലായി തന്നെ നല്ലൊരു പെർഫെക്റ്റ് ആവും. നമുക്കിപ്പോൾ ലവ് ട്രാക്കിനെ കുറിച്ചാണ് നമ്മൾ അതിലേക്ക് എത്തിയത്. നമ്മൾ ഇന്ന് ലൈവ് കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ അവതരിപ്പിക്കണം എന്ന് മാത്രം. ലൈവിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. മറ്റേ എപ്പിസോഡ് വഴി ചെയ്താൽ ഇതൊരു ബോറാണ്. കാരണം അതിലൊരു കണ്ടന്റ് കിട്ടുന്നില്ല. ലൈവിൽ പലതും കാണാനും കേൾക്കാനും പറ്റും. എല്ലാ ലൈവും നോക്കിക്കാണാനൊന്നും നമുക്ക് സമയമില്ല. കിട്ടുന്ന സമയത്ത് കിട്ടുന്ന സീസണിൻ്റെ മറുപടി പറയുക എന്ന് മാത്രമേ സാധിക്കൂ. പ്രേക്ഷകർ അതിന് സമയം കണ്ടെത്തി മറ്റ് ചാനലുകളിൽ ഇടുന്നത് അത് കണ്ട് ഓരോ സീസണിലും നമ്മൾ മാറ്റങ്ങളെക്കുറിച്ച് സീസണിൽ അപ്രിയമായി പലരും പ്രീമിയം ചാനലും ഇടുന്നുണ്ടല്ലോ. നമുക്ക് പറ്റുന്നത് പോലെ നമ്മളിവിടെ ചെയ്യുന്നതിലും എപ്പിസോഡ് വഴി അല്ലെങ്കിലും ഓരോ എപ്പിസോഡ് തന്നെ പറഞ്ഞ് നമ്മൾ ഇടുന്നുണ്ട്. കാരണം അത് മാത്രമേ നിങ്ങൾക്ക് പറ്റൂ. കാരണം ഒരു ഗെയിം വൈക്ക് ഉള്ള എപ്പിസോഡ് പോലെയല്ല. ആകെ ചളകളമായി മാറിയപ്പോൾ ഗെയിമിൻ്റെ ടൈമിംഗ് ഒക്കെ തെറ്റി. അപ്പോൾ നമുക്ക് ഇനി പോകാൻ പറ്റുന്നത് ലൈവ് എപ്പിസോഡിൻ്റെ കാര്യങ്ങളും ചില വോട്ട് ഇനി അടുത്ത ആഴ്ച മുതലുള്ള വോട്ടിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇപ്രാവശ്യത്തെ വോട്ടിൽ രതീഷോ സുരേഷോ ഒക്കെ വിജയിക്കാൻ സാധ്യതയുണ്ട്. ജിറ്റുവിൻ്റെ കാര്യത്തിൽ തീരുമാനമില്ല. അത് ഫൈനൽ ചിലപ്പോൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. ബാക്കി കണ്ടസ്റ്റൻസിനൊന്നും പ്രയാസം തോന്നിയില്ല. അവരെന്തായാലും ഇൻസൈഡിൽ ഉണ്ടാകാൻ സാധ്യത. 2 പേരോ 1 പേരോ ഒരാളോ പുറത്തു പോകും എന്നതാണ്. ചിലപ്പോൾ ഒരാൾ തിരിച്ചു വരാൻ സാധ്യത, പുറത്തുനിന്ന് ഒരാൾ അകത്തേക്കും വരാൻ സാധ്യതയുണ്ട്. ഇത് എല്ലാ എപ്പിസോഡിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ജാസ്മിനും ഗബ്രിയിലുമുള്ള ഈ ലവ് സ്ട്രാറ്റജി വളരെ ലവ് ആയി സംസാരിച്ച് ലവായി നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു സന്തോഷം. ബിഗ് ബോസിൻ്റെ മറ്റൊരു ചരിത്രം കുറിക്കുന്ന ഒരു വലിയ എപ്പിസോഡായി മാറട്ടെ. ബിഗ് ബോസിൻ്റെ ചട്ടങ്ങളിലെ മാറ്റങ്ങളെ തന്നെ മറിച്ച് ഈ 2024 നല്ലൊരു ഗെയിം സ്ട്രാറ്റജി ഇറക്കിയ ബിഗ് ബോസ് സ്ക്രിപ്റ്റിനേക്കാളും വളരെ കണ്ടന്റ് ക്രിയേറ്റിവിറ്റി സംഭവിക്കും. ഓരോ സ്ട്രാറ്റജിയും ഓരോ ഗെയിം പ്ലാനിങ്ങും ഒക്കെ അതിൻ്റെതായ രീതിയിൽ ബിഗ് ബോസിനെ നടത്തിക്കൊണ്ട് പോകാം. അടിപിടി കൂടുതലും
കുളമാകുന്നതൊക്കെ സാധാരണ. പക്ഷെ നല്ല കണ്ടന്റ് നന്നായി പോയാൽ അത് വളരെ നല്ലൊരു മെസ്സേജാണ്. കണ്ടു തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് ബോറടിപ്പിക്കാതെ വേറെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊണ്ടുവരുന്നത് വളരെ നല്ലൊരു ബ്ലെസ്സിങ് ആയ കാര്യം. അത് ഇങ്ങനത്തെ ലവ് മൊമെൻറ്റിൽ കൂടെ സാധിക്കും.